നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാനോട് സംസാരിക്കാൻ പോകുന്നത് മാർവൽസിൻ്റെ പുതിയ സിനിമ തണ്ടർ ബോൾട്സ് ഐമാക്സിൽ കണ്ട എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ സിനിപോളിസ് ഐമാക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് അപ്രിസിയേഷൻ ഡിസേർവിംഗ് ആണ്. ഫസ്റ്റ് ടൈം അവർ പ്രോപ്പർലി ഐമാക്സിൻ്റെ ഫസ്റ്റ് ഡേ ഇറങ്ങുമ്പോൾ ഈ പടത്തിന് കുറച്ച് ലോ ഹൈപ്പാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ വെറും 300 രൂപയാണ് ഐമാക്സ് 3Dക്ക് ടിക്കറ്റ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര ഇനിഷ്യേറ്റീവാണ്. ആൾ കൂടുമ്പോൾ അവർക്ക് ഡൈനാമിക്കലി പ്രൈസ് കൂട്ടാം. പക്ഷേ ഒരു സിനിമ ഹൈപ്പ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ഒരിക്കലും ഇറങ്ങുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് അടിപൊളി പ്രൈസിംഗ് ആയിട്ട് തോന്നി. 300 റുപ്പീസിന് കാണാൻ പറ്റുന്നവരെല്ലാം പോയി കാണുക. 2, ഈ പടത്തിന് ഐമാക്സ് ഫുട്ടേജ് ഏകദേശം ഞാൻ ടൈമർ വെച്ച് നോക്കിയതാണ്, 35 മിനിറ്റോളമാണ് ഐമാക്സ് എക്സ്പാൻഡഡ് ഫുട്ടേജ് ഉള്ളത്. പിന്നെ സിനിപോളിസ് ഐമാക്സ് ട്രെയിലേഴ്സ് കാണിക്കാറില്ല. അവർ കുറേ കാലത്തിന് ശേഷമാണ് പ്രോപ്പർലി, അത് കഴിഞ്ഞ പ്രാവശ്യം സിന്നേഴ്സ് കാണാൻ പോയപ്പോൾ അവർ സിന്നേഴ്സിൻ്റെ തന്നെ ട്രെയിലറാണ് കാണിച്ചത്. അതിൻ്റെ ഒപ്പം എന്നോട് ബാലറിൻ്റെ ട്രെയിലർ അറ്റാച്ച് ചെയ്തായിരുന്നു തോന്നുന്നു. അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ അവർക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ട്രെയിലർ കാണിക്കുന്നതല്ലാണ്ട് അവർ ട്രെയിലേഴ്സ് കാണിക്കാറില്ല. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് അവർ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ സ്കോപ്പ് ട്രെയിലറും പക്ഷേ ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഐമാക്സ് വേർഷനായിട്ടുള്ള ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള ട്രെയിലർ അവർ കാണിച്ചു. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഐമാക്സിൻ്റെ കൗണ്ട് ഡൗൺ ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ കൗണ്ട് ഡൗൺ ആണ്. സോ പറ്റാവുന്നത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നേരത്തെ തന്നെ എത്തുക. സോ ഡോണ്ട് മിസ് ദാറ്റ് കൗണ്ട് ഡൗൺ ടു. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി സിനിമ അത്യാവശ്യം നല്ലോണം വർക്കായി. ഗംഭീര പടമാണെന്നുള്ള അഭിപ്രായം എനിക്കിന്നില്ല. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ പടം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. യൂഷ്വൽ MCU പോലെ കുറച്ച് കോമഡി ഇത്തിരി കൂടുതലാണ്. കാരണം ഒരു ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് ലോൺലെസ്സും ഡിപ്രഷനൊക്കെയാണ്. കുറച്ചും കൂടി ഊന്നൽ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ 2 മണിക്കൂർ കഥ പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പടം നല്ല എൻ്റർടൈനിങ് ഉണ്ട്. 2 മണിക്കൂർ പോകണമെന്നും അങ്ങനെ അറിയില്ല. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ വില്ലൻ ഒക്കെ ഓക്കെയാണ്. ക്ലൈമാക്സിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വരില്ല എന്ന് തോന്നുന്നു. ചിലവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടായിരിക്കും. കാരണം ഞാൻ ഇത്തിരി ആലോചിച്ചിരുന്നു ഇവരെന്താണ് ക്ലൈമാക്സിൽ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അത് ഞാൻ ഡിസപ്പോയിൻറ്റഡ് അല്ല, പക്ഷേ നമ്മൾ കുറേയൊക്കെ ആലോചിച്ചെങ്കിൽ അതുപോലെ അല്ല ക്ലൈമാക്സ് വന്നു സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾക്കും ഒരു എന്താ പറയുക, ഞാനുമൊക്കെ ആലോചിച്ചിരുന്നു എങ്ങനെയായിരിക്കും സെൻട്രി പോലൊരു വില്ലനെ ഇവർ ഈ തണ്ടർ ബോൾസിൻ്റെ ടീം തോൽപ്പിക്കുക എന്നുള്ളത്. എനിക്കൊക്കെ ഞാനൊക്കെ ആലോചിച്ചിരുന്നു. സോ ഇറ്റ് വാസ് സർപ്രൈസിങ് കൈൻഡ് ഓഫ്. അവർ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് അനുസരിച്ച് ഭയങ്കര നല്ലതാണ്. ഈ ഡയറക്ടറിൻ്റെ ഇതിന് മുമ്പുള്ള 2 സിനിമയും ഏകദേശം ലോൺലെസ്സും ഡിപ്രഷനൊക്കെ അതുപോലുള്ള സബ്ജക്റ്റൊക്കെ ടച്ച് ചെയ്ത് പോരുന്നൊരു സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് ഈ സിനിമ ഓഫർ ചെയ്തത്, എനിക്കറിയില്ല. എന്തായാലും പുള്ളി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തു. എനിക്ക് പേഴ്സണലി എലീനയാണ് മെയിൻ എന്നാണ് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എലീനയുടെ സ്റ്റോറി വന്ന് പേഴ്സണലി എനിക്ക് ഡേവിഡ് ഹാർബറാണ് ഇഷ്ടമായത്. പുള്ളി ഉള്ളപ്പോഴെല്ലാം പുള്ളി സിനിമ കയ്യിലെടുക്കും. കാരണം പുള്ളിയുടെ ആൻറ്റിക്സും പുള്ളിയുടെ ഇതൊക്കെ അടിപൊളിയാണ്. പുള്ളി അല്ലെങ്കിൽ അങ്ങനെ സീൻസ് ചെയ്യാന്നൊക്കെ പറയില്ല. പുള്ളി ഉള്ളപ്പോൾ പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് ഈ സിനിമ പുള്ളി ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. എസ്പെഷ്യലി ലോറൻസ് പഗ് ആക്ച്വലി ഭയങ്കര നല്ലതായിരുന്നു ഫ്ലോറൻസ് പഗ്. പിന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. പടം ഭയങ്കര കളർഫുള്ളല്ല, ഇത്തിരി ഡള്ളാണ്. പക്ഷേ ഇതിൽ കുറേ ഷോട്ടുകൾ എനിക്ക് ഇഷ്ടമായി. അന്ന് ഒബ്വിയസ്ലി ഐമാക്സ് ഷോട്ടായിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലെ ഇൻട്രോ സീക്വൻസ് ഉണ്ട്, അത് ഭയങ്കര നന്നായിരുന്നു. പിന്നെ എനിക്കിതിനകത്ത് ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ഷോട്ട് ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി. അതിനകത്ത് എലീന ഫൈറ്റ് ചെയ്ത് പോകുന്നൊരു സീക്വൻസാണ് ഒരു കോറിഡോറിൽ. അത് ടോപ്പായിട്ട് തന്നെ കാണിച്ചപ്പോൾ എനിക്കറിയാം ജോൺ വിക്കിൽ അതിൻ്റെ കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഹൈ എൻഡ് വേർഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഷാഡോ ആയിട്ടുള്ള ഏരിയയിൽ ഇവരെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഷാഡോസ് വലുതാവുന്ന കാണിക്കുന്നതായിട്ടുള്ള ഷോട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ആ ഷോട്ട് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞില്ല, ഞാനത് പറയില്ലായിരുന്നു. എനിക്ക് സിനിമോട്ടോഗ്രാഫി ആക്ച്വലി ഇഷ്ടമായി. പിന്നെ ഞാൻ സിനിമ ഓവറോൾ തിരക്കേടില്ല. ഒബ്വിയസ്ലി കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്, ബോറൊന്നും അടിക്കില്ല. അൺലൈക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ ലാസ്റ്റ് സിനിമയൊക്കെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. പിന്നെ എനിക്കൊരു ഇതെന്ന് വെച്ചാൽ ഡിസ്നി എന്തുകൊണ്ടാണ് നല്ല DCP അയക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ 3D DCP ആക്ച്വലി ഭയങ്കര ഷാർപ്നെസ് ഭയങ്കര കുറവായിരുന്നു. സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിൻ്റെ ഐമാക്സ് DCP. എനിക്ക് 2K ആണെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ഷാർപ്പ്, അതായത് വൈഡ് ഷോട്ടൊക്കെ ഭയങ്കര ടാക്കി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് കണ്ട നീസ 2 ആണ് ഐമാക്സ് 3Dയിൽ. അത് എന്ത് ഷാർപ്പായിരുന്നു അറിയും, എന്ത് നല്ല DCP ആയിരുന്നു അറിയാം. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സത്യം അതിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വളരെ മോശമാണ് DCP. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഭേദമാണ്, വേണമെങ്കിൽ കുറച്ചും കൂടി ഭേദമെന്ന് പറയാം. അതായത് ഡിസ്നി അല്ലെങ്കിൽ പ്രത്യേകിച്ച് MCUയുടെ പൊതുവെയുള്ള DCPസിനെല്ലാം ഈ ഒരു ലാക്ക് ഓഫ് ഷാർപ്നെസ് ഇൻ 3D ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
കുറച്ചും കൂടി നല്ല DCP അവർക്ക് അയക്കാവുന്നുള്ളൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്തായാലും 3D അത്യാവശ്യം നല്ലതായിരുന്നു. പോർട്ടുകൾ ഉണ്ടാവില്ല, ഞാൻ ആദ്യം പറയുകയാണ്. ഡെപ്ത് അത്യാവശ്യം നല്ലതായിരുന്നു. എനിക്ക് 3D ആക്ച്വലി കുറേയൊക്കെ നഷ്ടപ്പെട്ടു. നീസാ 2ൻ്റെ അത്ര നല്ല 3D ഒന്നുമല്ല, ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് 3D. പിന്നെ പറഞ്ഞുകൊണ്ട് ഇത്തിരി ഡള്ളാണ് പിക്ചർ കളേഴ്സൊക്കെ. സോ അതും നിങ്ങൾ മനസ്സിൽ വെക്കുക. കോമഡി കുറേയൊക്കെ എനിക്ക് വർക്കായി, കുറേ വർക്കായില്ല. ഡേവിഡ് ഹാർബർ എനിക്ക് ഫുള്ളി വർക്കായി. ബാക്കിയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ക്രിബിങ് ഒന്നും എനിക്ക് എൻ്റെയർലി വർക്കായില്ല. സ്ഥിരം ക്ലീശയാണല്ലോ, നമ്മൾ ഒന്നിച്ച് പോകാത്ത ആൾക്കാർ ഒന്നിച്ച് ചേരുമ്പോൾ അവർ തമ്മിലുള്ള ഇഷ്യൂസ് ഫിക്സ് ചെയ്തവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ള. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് അവരുടെ കോമൺ ആയിട്ട് അവർക്കുള്ള തീം ലോൺലെസ്സും ഇതൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു സൂയിസൈഡ് സ്ക്വാഡോ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുടെ നമ്മൾ നിർബന്ധിതമായി വർക്ക് ചെയ്യാൻ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തു കണ്ട് ഒരേ ഇതിലേക്ക് വരുന്നു എന്നുള്ള ആ ഒരു തീം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ തീം. പക്ഷേ എക്സാക്ട്ലി എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. സിനിമ എൻ്റർടൈനിങ് ആണ്. സോ അത് മാത്രമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ധൈര്യത്തോടെ കാണാം. പ്രത്യേകിച്ച് മാർവലിലെ കുറേ ലാസ്റ്റ് കുറേ സിനിമ അടിച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും പറ്റുവാണെങ്കിൽ ഐമാക്സിൽ തന്നെ കാണാം. ഐമാക്സ് ഫുട്ടേജ് 35 മിനിറ്റ്സ് എന്തായാലും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ക്രെഡിറ്റ് സീനുണ്ട്, 2 സീൻസ് ഉണ്ട്. ഒരെണ്ണം മിഡ് ക്രെഡിറ്റ് സീനും പിന്നെ ഒരെണ്ണം ഒരു എൻഡ് ക്രെഡിറ്റ് സീനാണ്. എൻഡ് ക്രെഡിറ്റ് സീൻ മിസ്സാക്കരുത്. സോ പിന്നെ ടൈറ്റിൽ കാർഡ് ഫോട്ടോ എടുക്കുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ ടൈറ്റിൽ കാണിക്കുന്നത് ലാസ്റ്റാണ്. അതായത് സിനിമയിൽ ക്രെഡിറ്റ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഐമാക്സ് റേഷ്യോയിൽ ഇവരിൻ്റെ ഇമേജസ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ടൈറ്റിൽ കാണിക്കുക. അത് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ളവർ ആ സമയത്ത് ഫോട്ടോ എടുക്കുക. കാരണം അല്ലാത്ത സമയത്ത് ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴത്തിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടാൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.